إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين. ജിദ്ദ എയർപോർട്ടിൽ നമ്മൾ ബസ്സിൽ കയറും. സ്കൂളിൽ കുട്ടികളെ കയറ്റുന്നത് പോലെ വരി വരിയായിട്ട് നിർത്തിയിട്ടായിരിക്കും കയറുന്നത്. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഹാജിയാരാണ്, എനിക്ക് ഈ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല, അയ്യ കൊച്ചുകുട്ടികളെ കളിയോ ഒന്നും നമ്മൾ പറയരുത്. ഞാൻ ഒരിക്കൽ ആലിമാണ്, ഞാൻ എവിടെ നിന്ന് അമീറാണ്, കയറിക്കൊള്ളാമെന്ന് പറഞ്ഞു. എന്നെ പോലീസ് കയ്യിൽ പിടിച്ച് കറക്കി നടുക്കോട്ട് നിർത്തുകയുണ്ടായി. അതുകൊണ്ട് അവർ പറയുന്നത് കേൾക്കി നമ്മൾ എന്നിട്ട് പതുക്കെ ബസ്സിൽ കയറും. ബസ്സിൽ കിട്ടുന്ന സീറ്റുള്ള സ്ഥലത്തിരിക്കും. എവിടെ ഇരുന്നാലും ഒരുപോലെ തന്നെ നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കും. ഇൻഷാ അല്ലാഹ് ബസ്സിന്റെ യാത്ര തുടങ്ങും. ജിദ്ദ മുതൽ മക്ക മുക്കറമ വരെയും 80 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതിവേഗതയിൽ വാഹനം കുതിച്ചു പായും. എങ്കിലും ഇടയ്ക്ക് ചെക്കിങ്ങും മറ്റുമുണ്ടെങ്കിൽ അതിന് താമസം വരും. അങ്ങനെ ഇൻഷാ അല്ലാഹ് കുറെ യാത്രയ്ക്ക് ശേഷം പരിശുദ്ധമായ മസ്ജിദുൽ ഹറാം, അൽ ഹറമുൽ മക്കി, മക്ക ഹറമിന്റെ അതിർത്തിയിൽ നമ്മളെത്തും. മഹാന്മാരായ നബിമാർ കരഞ്ഞ് നിലവിളിച്ച സ്ഥലം, അള്ളാഹുവിന്റെ ഔലിയാക്കൾ പലരും ബോധം കെട്ട് വീണ സ്ഥലം. ഇവിടെ വരെയും ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞു, വിശ്രമിക്ക്. പക്ഷേ മക്ക ഹറമിന്റെ അതിർത്തിയായാൽ നമ്മളെല്ലാവരും ഒന്ന് ഉന്മേഷത്തിലാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന് എഴുന്നേറ്റിരിക്കണം. ഇല്ല, അവിടെ ഒന്ന് എഴുന്നേറ്റിരിക്കട്ടെ. ഒന്ന് സീറ്റിൽ എല്ലാവരും ഇപ്പൊ ഒന്ന് റാഹത്തായിട്ട് ഇരുന്ന് ഈ രീതിയിൽ ഒന്ന് നന്നായിട്ട് ബസ്സിൽ നമ്മൾ ഇരിക്കണം. ഇരുന്ന് നമുക്ക് കാണാൻ സാധിക്കും വലിയ കമാനം, അതിനടിയിലൂടെ വാഹനം കയറും. തൽബിയത്ത് അധികമായി ചെല്ലും. അള്ളാഹുവിനോട് ദുആ ചെയ്യൻ. ദുആ കബൂലാകുന്ന സ്ഥലമാണ്. ഏതെങ്കിലും ഉസ്താദുമാര് അതിന് ദുആ പറഞ്ഞു തരും. നമ്മൾ ആ ദുആ പറയും. അറിഞ്ഞുകൂടാ, തൽബിയത്ത് ചെല്ലിൽ അധികമായി മലയാളത്തിൽ ദുആ ചെയ്തുകൊണ്ടിരിക്കും. വാഹനം കറങ്ങി തിരിഞ്ഞ് നമ്മൾ താമസിക്കുന്ന മുറിയുടെ അരികിലെത്തും. വളരെ ശാന്തമായിട്ട് ഇറങ്ങുക. നമുക്ക് മുറികൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ മുറികളിലേക്ക് നമ്മൾ പോകും. ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ച മുറി അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞ മുറി കിട്ടുകയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് ചോദിച്ച് പരിഹരിക്കാം. ഇപ്പോൾ നമ്മൾ നമസ്കാരം പോലെ, ഫർദ് നമസ്കാരം പോലെ, ദുഹർ നമസ്കാരത്തിന് കൈകെട്ടിയതുപോലെ ഉംറയുടെ ഇഹ്റാമിൽ പ്രവേശിച്ചിരിക്കുകയാണെന്ന് ഓർമ്മ വേണം. അവിടെ ഇറങ്ങുമ്പോൾ തന്നെ ഫോൺ, മോനെ ഞാനിപ്പോ മക്കത്തെത്തി, നീ പറഞ്ഞ മുറിയിലൊന്നുമല്ല, ഒന്നുമില്ല, നമ്മൾ സംസാരിക്കരുത്. നമുക്ക് തരുന്ന മുറിയിലേക്ക് പോയി. നാളെ മറ്റന്നാളെ സമയമുണ്ട്, പതുക്കെ പറഞ്ഞ് പരിഹരിക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ നേരെ മുറിയിലേക്ക് പോകും. സാധനങ്ങളൊക്കെ എടുത്ത് വെക്കും. ഇനി നമുക്ക് ഉംറയുടെ 2 വലിയ കർമ്മങ്ങളും ഒരു ചെറിയ കർമ്മവുമുണ്ട്. തവാഫ് ചെയ്യണം, സഈ ചെയ്യണം. കുറഞ്ഞത് 3 മണിക്കൂർ സമയം പിടിക്കും, ഏറ്റവും കുറഞ്ഞത്. നമ്മൾ പരസ്പരം കൂടി ആലോചിക്കും ഏത് സമയത്താണ് പോകേണ്ടത്. ഇൻഷാ അല്ലാഹ് ആ പറയപ്പെടുന്ന സമയത്ത് നമ്മൾ എല്ലാവരും മുറിയുടെ താഴത്ത് വന്ന് നിൽക്കേണ്ട സ്ഥലത്ത് വന്നിരിക്കും. ഉദാഹരണത്തിന് രാവിലെ നമുക്ക് 2 മണിക്ക് ഉംറയുടെ ബാക്കി അമലുകൾക്ക് പോകാം. 1:45 മുമ്പ് ദയവീത് ആരും അങ്ങോട്ട് വരരുത്. 2:15 കഴിഞ്ഞ് വരാൻ വേണ്ടി പതുക്കെയാക്കുകയും ചെയ്യരുത്. ഹാജിമാർക്ക് വഴക്കുണ്ടാകുന്ന കാര്യമാണ്. 2 മണി എന്ന് പറഞ്ഞാൽ ചിലർ ഉടനെ പറയും, എന്തിനാ നമ്മളിവിടെ നേരത്തെ പോകണ്ടേ? ഒന്നുമില്ല സഹോദരങ്ങൾ, സമാധാനമായി പോയാൽ മതി. അമലുകളെ പറ്റി ശരിക്കും മനസ്സിലാക്കണം. അമലുകൾ നല്ല നിലയിൽ നിർവഹിക്കുന്നതാണ് നല്ല സമയത്ത് നിർവഹിക്കുന്നതിനേക്കാളും പ്രാധാന്യം. അതുകൊണ്ട് പറയപ്പെടുന്ന സമയത്ത് വരും. ചില സഹോദരങ്ങൾ അല്പം താമസിച്ച് 5-10 മിനിറ്റൊക്കെ പിന്തിയാൽ നമ്മൾ അവരെ കൂടെ ഉൾക്കൊള്ളും. നമ്മൾ തവാഫിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഒതു ഉണ്ടായിരിക്കണം. 2 നിർബന്ധമായിട്ടും ഔറത്ത് മറച്ചിരിക്കണം. പുരുഷന്മാര് അവരുടെ ഇഹ്റാമിന്റെ തുണിയെല്ലാം റാഹത്തായിട്ട് പൊക്കളിന് മുകളിൽ ഉടുത്ത് നന്നായിട്ട് മറച്ചിരിക്കണം. സ്ത്രീകൾ ഇവിടെ ഇതുവരെയും സ്ത്രീകൾക്ക് ഇഹ്റാമിന്റെ വേഷത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആവശ്യമില്ലാതെ പെണ്ണുങ്ങൾ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. നല്ല റിലാക്സ് ചെയ്ത് ഹജ്ജ് ചെയ്യാൻ പറ്റും. ഇവിടെ സ്ത്രീകളോട് നമ്മൾ പറയും, നിങ്ങളുടെ മുഖവും മുൻകൈയും ഒഴിച്ച് വേറെ എല്ലാ ഭാഗവും മറയ്ക്കും. മുടിയെല്ലാം ഉള്ളിലാകണം, ഒന്നും പുറത്താകാൻ പാടില്ല. കാലിന് ഷോക്സ് അല്ലെങ്കിൽ കാല് നന്നായിട്ട് മറയുന്നതായ നിങ്ങൾ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഷോക്സ് ധരിക്കുക. ഏറ്റവും നല്ല ഷോക്സാണ്. ഒതുവോടുകൂടി പോകും. തവാഫ് കഴിയുന്നത് വരെയും ഒതു നിർബന്ധമാണ്.
തവാഫിനിടയ്ക്ക് ഒതു പോയാൽ പിന്നീട് ഒതു എടുക്കാൻ ബുദ്ധിമുട്ടുമാണ്. അതുകൊണ്ട് ബാത്റൂമിലൊക്കെ പോകേണ്ടവർ പോകിൻ, എന്നിട്ട് റാഹത്തായി സ്വസ്ഥമായി വന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പുറപ്പെടും. അല്ലാഹു എളുപ്പമാക്കുമാറാകട്ടെ. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പതുക്കെ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നടക്കണം. 1000 തൽബിയത്ത് എല്ലാം ചെയ്ത് കാണുമല്ലോ, തയ്യാറല്ല? ഇൻഷാ അല്ലാഹ് തൽബിയത്ത് തീരാൻ പോവുകയാണ്. അതുകൊണ്ട് കൂടുതൽ തൽബിയത്തില്ല. കഅബ ശരീഫിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തൽബിയത്തില്ല. അധികമായി തൽബിയത്ത് ചൊല്ലിക്കൊണ്ടുവരും. മസ്ജിദുൽ ഹറാമിന്റെ അരികിലേക്ക് വരും, വലിയ മസ്ജിദ്, അതിലേക്ക് അതവോടുകൂടി കയറും. ചെരുപ്പുകൾ കൂട്ടത്തിലുണ്ടെങ്കിൽ നമ്മൾ കയ്യിലുള്ള പ്ലാസ്റ്റിക് ബാഗിലോ എന്തിലെങ്കിലും ചെരുപ്പിടും. അവിടെ ഇവിടെയും വെക്കുകയാണെങ്കിൽ പിന്നീട് നഷ്ടപ്പെട്ടാൽ വിഷമമുണ്ടാകാത്ത ലോക്കൽ ചെരുപ്പുമായിട്ട് പോകും. കൂടിയ ചെരുപ്പമായി പോകും, നഷ്ടപ്പെടും. ഹജ്ജ് കഴിയുന്നവരെയും അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞ ചെരുപ്പമായി പോകും. ഞങ്ങളൊക്കെ സാധാരണ ആദ്യത്തെ ഉംറയ്ക്ക് വെറും കാലോടുകൂടിയാണ് പോകുന്നത്. സാധാരണ കാലോടുകൂടിയാണ് പോകും. ഞാൻ പ്രായമുള്ളവരോട് അങ്ങനെ നിർബന്ധിക്കുന്നില്ല. പക്ഷെ വെറും സാധാരണ ചെരുപ്പ് പോയാൽ വിഷമമില്ലാത്ത ചെരുപ്പുമായിട്ട് അതെവിടെയെങ്കിലും വെച്ചു, തിരിച്ചു കിട്ടി, അൽഹംദുലില്ലാഹ് കിട്ടിയില്ല, പോട്ടെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഒന്നുകിൽ ചെരുപ്പ് കയ്യിലെടുക്കും, അല്ലെങ്കിൽ ചെരുപ്പ് അവിടെ വല്ലതും വെച്ച് പതുക്കെ മുമ്പോട്ട് നീങ്ങും. കുറച്ചു കഴിഞ്ഞ് കഅബ ശരീഫയെ കാണും. അല്ലാഹു കാണിക്കുമാറാകട്ടെ. നമ്മുടെ യാത്രയുടെ പ്രധാനപ്പെട്ട സ്ഥലത്ത് അല്ലാഹുവിന്റെ വീടിന്റെ മുന്നിൽ നാം എല്ലാവരും ഇന്ന് വരെയും കാണാതെ തിരിഞ്ഞു നമസ്കരിച്ച അനുഗ്രഹീതമായ കഅബ ശരീഫയുടെ മുന്നിൽ എത്ര മനോഹരമായ ചിത്രമാണ്. ഇതിന് മനോഹാരിത നമ്മുടെ മഹാനായ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, കഅബ ശരീഫയ്ക്ക് ജീവനുണ്ട്, ജീവനുണ്ട്. ആ വീടിന് മുമ്പിൽ നമ്മൾ എത്തി. അള്ളാഹു നമ്മളെ കരയിപ്പിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മനസ്സിന് വിനയം തരുമാറാകട്ടെ. അള്ളാഹുവിനോട് ദുആ ചെയ്യും, ശരിക്കും ദുആ ചെയ്യും, ശരിക്കും ദുആ ചെയ്യും. ദുആയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടെ നിങ്ങളോട് ദുആ ചെയ്യുമെന്ന് പറയും. ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? സഹോദരങ്ങളെ, എല്ലാവരും ദുആ ചെയ്ത്, എല്ലാവരും എന്നോട് ദുആ ചെയ്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം. അർഹമുർ റഹീമീനായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണേ. റഹ്മാനായ റബ്ബേ, ഇത് ശബ്ദിക്ക്, നിങ്ങൾ എഴുതിയെടുക്കുക. റഹ്മാനായ റബ്ബേ, ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലുള്ള സന്ദർഭത്തിൽ നിന്നോട് ചോദിച്ച എല്ലാ കാര്യങ്ങളും ഞാനും ചോദിക്കുന്നു അല്ലാഹുവേ. ഈ വാചകം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, ഒരു കുഴപ്പവുമില്ല. കുറച്ചും കൂടി വലുതാക്കി, ഒരു കുഴപ്പവുമില്ല. ഒരു സ്ത്രീ ദുആ ചെയ്തു. ഞാൻ ആ ദുആ വായിച്ച് പലപ്പോഴും കഅബ ശരീഫിന് മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ആദം അലൈഹിസ്സലാം ഇവിടെ വെച്ച് ചെയ്ത പ്രാർത്ഥനകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വിഷയത്തിൽ സ്വീകരിക്കണമേ. റഹ്മാനായ റബ്ബേ, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, എന്റെ നായകനായ പ്രിയപ്പെട്ട മുത്ത് മുഹമ്മദ് മുസ്തഫ ഇവിടെ വെച്ച് നിന്നോട് ചെയ്ത ദുആകളെല്ലാം ഞാനും ചെയ്യുന്നു. അതെല്ലാം ഞങ്ങൾക്ക് തരയണമേ റഹ്മാനെ. അബൂബക്കർ സിദ്ദീഖ് മുതൽ ഖദീജത്തുൽ കുബ്ര മുതലുള്ള മുഴുവൻ സഹാബാക്കളും ചെയ്ത ദുആകൾ, സയ്യിദുനാ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി മുതൽ മുഴുവൻ ഔലിയാക്കളും ചെയ്ത ദുആകൾ ഞങ്ങൾ നിന്നോട് ചെയ്യുന്നു, നീ സ്വീകരിക്കണമേ റഹ്മാനെ. സ്ത്രീ, ഒരു സാധാരണ സ്ത്രീ ചെയ്ത ദുആയാണ്. അത് നീട്ടിക്കൊണ്ട് ദുആ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ദുആ ആഗ്രഹിച്ച് ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ്. അതായത് മുത്തഅല്ലിമീങ്ങളോട് ചോദിക്കും, ഈ ഉസ്താദന്മാരോട് ചോദിക്കും. നിങ്ങളോട് അവർ പറയും, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, പിശുക്ക് കാണിക്കാതിരിക്കും. അതുകൊണ്ട് ദുആ ചെയ്യുന്ന സഹോദരങ്ങൾ, എല്ലാ സമയത്തും ഉസ്താദന്മാർ ദുആ ചെയ്യും, ഞാൻ ആമീൻ പറയും. ഈ വിചാരം വിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ദുആ ചെയ്യും. അതിന് ഇപ്പോഴേ ശീലിക്കും. ഒരു 5 മിനിറ്റ് പടച്ചവനോട് ഒന്ന് കരഞ്ഞ് നമുക്ക് ശീലിച്ചൂടെ ഇൻഷാ അല്ലാഹ്? ഒരു 5 മിനിറ്റ് ദിവസവും തഹജ്ജുദ് സമയത്ത് ഒന്ന് കൈപൊക്കി പടച്ചവൻ മുമ്പാകെ ഒന്ന് കരഞ്ഞ് ശീലിക്കും. അവിടെ വെച്ച് നന്നായിട്ട് കരയാൻ സാധിക്കും. ദുആ കഴിഞ്ഞ് നമ്മൾ ഇനി തവാഫ് ആരംഭിക്കണം. തവാഫിന്റെ ലളിതമായ രൂപം പറയുകയാണ്. ഇത് കഅബ ശരീഫയാണെന്ന് സങ്കല്പിക്കും. ഇത് കഅബ ശരീഫ. കഅബ ശരീഫയ്ക്ക് 4 മൂലയാണ്. ഈ മൂലയ്ക്ക്, എന്റെ ഭാഗത്തുള്ള ഇടത് ഭാഗത്തുള്ള മൂലയ്ക്ക് ഹജറുൽ അസ്വദിന്റെ മൂല എന്ന് പറയും. ഇതിന്റെ ഈ ഭാഗത്ത് ചെറിയൊരു അരമതിലുണ്ട്.
ഇവിടെ നിന്നും ആരംഭിച്ച് കറങ്ങി ഇവിടം വരെയും എത്തുക 1, വീണ്ടും കറങ്ങി ഇവിടം വരെയും എത്തുക 2, 3, 4, 5, 6, 7 ഈ 7 പ്രാവശ്യം വരെയും വെക്കുന്നതിനാണ് തവാഫ് എന്ന് പറയുന്നത്. അതിന് എളുപ്പമായ രീതി പറയുകയാണ്. നമ്മൾ ഇവിടെ എത്തുന്നതിന് മുമ്പായി കഅബ ശരീഫയിലേക്ക് നമ്മൾ കൈ മാത്രം കാണിച്ച്, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, ഈ രീതിയിൽ നടന്നു വരണം. ഇവിടെ എത്തുന്ന സമയത്ത് ഈ രീതി നമ്മൾ കൈകൊണ്ട് കാണിക്കും. ഇത്രയുണ്ട്. നമ്മുടെ നെഞ്ച് തിരിയാൻ പാടില്ല. നമസ്കാരത്തിൽ നമ്മൾ കഅബയിലേക്ക് തിരിഞ്ഞു നിൽക്കേണ്ടതുപോലെ തവാഫിന്റെ സമയത്ത് കഅബ ശരീഫ് ഇടത് ഭാഗത്താക്കിക്കൊണ്ട് നടക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ആദ്യത്തെ 3 നടത്തം ആരോഗ്യമുള്ളവർ നന്നായിട്ട് കുലുങ്ങി നടക്കരുത്. ആരോഗ്യമില്ല അല്ലെങ്കിൽ സഹോദരിമാരാണ് സാധാരണ പോലെ നടക്കരുത്. നടത്തത്തിന്റെ സമയത്ത് കഴിവതും സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി കഅബ ശരീഫെ കാണാൻ ആഗ്രഹം വരും. നാളെ മറ്റന്നാൾ എന്താ ജോലി? അതുപോലെ ആൾക്കാർ പരിചയം കാണും. അവർക്ക് പിന്നെ നമുക്ക് സലാം പറയും. ഇപ്പൊ നമ്മൾ നമസ്കാരത്തിലാണ്. ആ സമയത്ത് നമസ്കാരത്തെ തറാവീഹ് നമസ്കാരം, വിത്ർ നമസ്കാരം, 2 റക്അത്തിന്റെ ഇടയിൽ ആരെങ്കിലും കണ്ട് സംസാരിക്കുമ്പോൾ നമ്മൾ അതുകൊണ്ട് ആ രീതി നമ്മൾ നേരെ നടക്കണം, പതുക്കെ നടക്കണം. ഈ നടത്തത്തിൽ എന്ത് ചെല്ലണം? തൽബീത്ത് നേരത്തെ അവസാനിച്ചു. ഇപ്പൊ ചെല്ലേണ്ടതാണ്. എല്ലാവരും ചെല്ലിക്കെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. അർത്ഥം ചിന്തിച്ച് ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്, പടച്ചവൻ പരമപരിശുദ്ധൻ. അൽഹംദുലില്ലാഹ്, പടച്ചവനാണ് സർവസ്തുതിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ്, പടച്ചവൻ അല്ലാതെ ആരാധനക്കർഹൻ ആരുമില്ല. അല്ലാഹു അക്ബർ, പടച്ചവൻ വലിയവൻ. കഅബ ശരീഫിന്റെ മൂലയ്ക്ക് തൊട്ടുമുമ്പുള്ള മൂല റുക്നുൽ യമാനിയുടെ മൂല എന്ന് പറയും. അവിടെ നിന്ന് കഅബ ശരീഫ് വരെയും ദുആ ചെയ്യും. ഏത് ദുആ ചെയ്യണം? എല്ലാവർക്കും അറിയാവുന്ന ദുആയാണ്. പറഞ്ഞു തന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ദുആ ചെയ്യും. മറ്റ് സമയങ്ങളിൽ ദുആ ചെയ്യാം. നമുക്കിടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്നു, അപ്പോഴൊക്കെ ദുആ ചെയ്യാം. എന്റെ മുമ്പിൽ കൂടി ഒരു വൃദ്ധൻ നടന്നുപോയി, എനിക്കെന്റെ വാപ്പയെ ഓർമ്മ വന്നു. അള്ളാഹുവേ, എന്റെ വാപ്പയെ നീ അനുഗ്രഹിക്കുക, അദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കും. ഒരു പാവപ്പെട്ട സ്ത്രീ അപ്പുറത്ത് കൂടി പോകുന്നു, എനിക്ക് എന്റെ ഉമ്മയെ ഓർമ്മ വന്നു, ഉമ്മായിക്ക് വേണ്ടി ദുആ ചെയ്യും. എനിക്ക് പെട്ടെന്ന് എന്റെ കുടുംബത്തിന്റെ കടം ഓർമ്മ വന്നു, അത് മാറുന്നതിന് ദുആ ചെയ്യും. ദുആയുടെ എളുപ്പമായ രീതി ഇതുമാണ്. ഓർമ്മ വരുമ്പോഴൊക്കെ ദുആ ചെയ്യും, ഓർമ്മ വരുമ്പോഴൊക്കെ ദുആ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 3 പ്രാവശ്യം ഇത് കഴിഞ്ഞാൽ, അതുപോലെ പറയാൻ വിട്ടുപോയി, ഈ 3 പ്രാവശ്യം തവാഫ് ചെയ്യുമ്പോൾ പുരുഷന്മാര് അവരുടെ മേൽമുണ്ട് ഈ രീതിയിൽ ഇടണം. വലത്തെ കക്ഷത്തിന്റെ അടിയിൽ, ഇടത്തെ തോളിന് മുകളിലായിട്ട് ഇടണം. കുലുങ്ങി നടക്കാൻ പറ്റിയാൽ കുലുങ്ങി നടക്കണം, പറ്റുന്നില്ല സാധാരണ പോലെ നടക്കുക. 3 പ്രാവശ്യം കഴിഞ്ഞു. സാധാരണ പോലെ 4, 5, 6, 7. 7ാമത്തത് ഈ മൂല കഴിഞ്ഞ് കടക്കണം. അതിന് മുമ്പ് തന്നെ ചാടി നമ്മൾ തിരിയുന്നു, തവാഫ് നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് കഴിഞ്ഞ് കടന്ന് നമ്മൾ പതുക്കെ വലത്തേക്ക് തെന്നി പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു. തവാഫിന് ശേഷമുള്ള സുന്നത്ത് ഹനഫി മദ്ഹബിൽ നിർബന്ധമാണ്, ഷാഫി മദ്ഹബിൽ മുഅക്കദായ സുന്നത്താണ്. 2 റക്അത്ത് ഇവിടം വരെയും നിങ്ങൾ നിർബന്ധമായും ഒതു പിടിച്ചു നിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മസ്റ്റാണ്, നിർബന്ധം ഒതു പിടിച്ചു നിർത്തണം. അവിടെ നിങ്ങൾ നമസ്കാരം കഴിഞ്ഞു, അള്ളാഹുവിനോട് ദുആ ചെയ്തു, കുറച്ച് സംസം വെള്ളം കുടിച്ചു, അള്ളാഹുവിനോട് ദുആ ചെയ്തു. എന്നിട്ട് സഫാ മലയിലേക്ക് പോകണം. സഫായിൽ നിന്നും മർവായിലേക്ക് 1, മർവയിൽ നിന്ന് സഫയിലേക്ക് 2, 3, 4, 5, 6, 7. സഫയിൽ നിന്നും ആരംഭിക്കും, മർവയിൽ 7ാമത്തെ തീരും. എല്ലാവരും ഒന്ന് എന്റെ കൂട്ടത്തിൽ പറഞ്ഞ് തവാഫ് 4 ചുറ്റലുകൾ, സഅയ് 7 കഷണങ്ങൾ. 7 ചുറ്റലല്ല. ഒരു പാവപ്പെട്ട ഉമ്മ 7 പ്രാവശ്യം കറങ്ങുകയുണ്ടായി. അതായത് 14 പ്രാവശ്യം ചെയ്തു. എന്നിട്ട് മോനെ കാലിന് ഭയങ്കര വേദന.
ഭയങ്കരമായ അസ്വസ്ഥത. ഇപ്പൊ ഇത് തീരാറായി, അവരൊക്കെ സഫയിലോട്ട് തീരാൻ പോവുക, അവർ തീരാറായി, ഇനി എനിക്ക് ഇവിടെ നിന്ന് തിരിയാനുള്ള അനുവാദമുണ്ടോ? ഞാൻ അവരോട് പറഞ്ഞ് മര്യാദയ്ക്ക് അപ്പുറത്ത് പോലും മാറി വിശ്രമിച്ച് നിങ്ങളെ ഉംറ കഴിഞ്ഞ് എന്തേ കാണിക്കുന്നത്? അതുകൊണ്ട് ശരിക്കും മനസ്സിലാക്കി, തവാഫ് 7 ചുറ്റലുകൾ പറയും, സഅയ് 7 കഷണങ്ങൾ. ഇവിടെ നിന്ന് അങ്ങോട്ട് 1, 2 ഇങ്ങോട്ട്, 3 അങ്ങോട്ട്, 4 ഇങ്ങോട്ട്, 5 അങ്ങോട്ട്, 6 ഇങ്ങോട്ട്, 7 അങ്ങോട്ട് തീർന്നു. ഈ സഈന്റെ രൂപം വളരെ എളുപ്പമാണ് സഹോദരങ്ങളെ. ഒതു ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾ വലിയ മഹാന്മാർ, അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഒതുവില്ല, ഒരു ബേജാറും വേണ്ട. ആദ്യം കഅബ ശരീഫ് തിരിഞ്ഞെന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നു. ഈ ആയത്ത് ഓതി, എല്ലാവരും ഓതി, ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫായും മറവയും അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്, പടച്ചവന്റെ അടയാളങ്ങളാണ്. ആ സഫാമലയുടെ മുകളിലാണ് ദുആ കബൂലാവും. ദുആ ചെയ്യുന്ന അല്ലാഹുവിനോട്. നേരത്തെ ദുആ ഓർമ്മയുണ്ടല്ലോ, ആദരവായ റസൂലുള്ളാഹി മുതൽ മുഴുവൻ നബിമാരും ഓർമ്മയുണ്ടോ? സഹാബാക്കളെ ഓർമ്മയുണ്ടോ? ഔലിയാക്കളെ ഓർമ്മയുണ്ടോ? വിട്ടുകളയുവോ? നമ്മൾ ശരിക്കും ദുആ ചെയ്ത സഹോദരങ്ങൾ, ദുആ ചെയ്ത് പതുക്കെ നടക്കൻ മറുവയിലേക്ക്. ഇടയ്ക്ക് പച്ച ലൈറ്റിട്ട സ്ഥലമുണ്ട്. ആരോഗ്യമുള്ളവർ ധൃതിയിൽ നടക്കൻ, സ്ത്രീകൾ, വൃദ്ധന്മാര് സാധാരണ നടക്കൻ. ഈ നടത്തത്തിന് എന്ത് ചെയ്യണം? ദിക്റും ദുആയും, അറിയാവുന്ന ദിക്ർ, അറിയാവുന്ന ദുആ, ഖുർആൻ ഓതൻ, ദുആ ചെയ്യൻ, സൂറത്ത് യാസീൻ ഓതൻ, അറിയാവുന്ന ദിക്റും ദുആ. നേരത്തെ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു, ദുആ ചെയ്യൻ. വളരെ പതുക്കെ നമ്മൾ ഇടയ്ക്ക് സംസം വെള്ളമുണ്ട്, കുടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ ഇവിടെ കുഴപ്പമില്ല. തവാഫിൽ തിരിയാൻ പാടില്ല, സഈ അങ്ങോട്ട് തിരിയാം ഇങ്ങോട്ട് തിരിയാം. അതുകൊണ്ട് പതുക്കെ റാഹത്തായിട്ട് നടക്കും. ഇടയ്ക്ക് സംസം വെള്ളം കുടിക്കൽ, പതുക്കെ ശാന്തമായിട്ട് നടക്കൽ. മറവയുടെ മുകളിലെത്തി, നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവിടെ ഇരുന്ന് കുറച്ചു നേരം ദുആ ചെയ്യൽ. എന്നിട്ട് മറവയിലേക്ക് നടക്കൽ, അത് സഫയിലേക്ക് നടക്കൽ. മറുവ സഫ, മറുവ സഫ. അവസാനം ഇൻഷാ അല്ലാഹ് മറവയിലെത്തും. അല്ലാഹു എളുപ്പമാക്കുമാറാകട്ടെ. ഉംറയുടെ പ്രധാനപ്പെട്ട 3ാമത്തെ അമൽ കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട 4ാമത്തെ അമലുണ്ട്. വളരെ പ്രധാനപ്പെട്ട അമലാണ്, ഇബാദത്താണ്. മുടിയെടുക്കൽ ഇബാദത്താണ്, കളിയല്ല, തമാശയല്ല. മലയാളികളുടെ ആവശ്യമില്ലാതെ അവർ മറ്റേ കത്രികയും പിടിച്ച് നിൽക്കുക കാണാൻ സാധിക്കും. സഹോദരിമാരുടെ മുടി അവിടെ നിന്ന് വെട്ടുന്നത് കാണാം. ഒന്നുമല്ല സഹോദരങ്ങളെ, നമ്മൾ പുരുഷന്മാര് ബാർബർ ഷാപ്പിൽ പോയി മുടി മുഴുവനും എടുക്കും. സ്ത്രീകൾ അവരുടെ മുറിയിൽ പോയി മുടിയുടെ അറ്റം ഒരൽപ്പം പിടിച്ച് വെട്ടും. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. നിങ്ങൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉംറ നിർവഹിച്ചു കഴിഞ്ഞു. ഇനി സഹോദരങ്ങളെ, ഹജ്ജിന് കുറഞ്ഞ ദിവസം കാണും. ഈ ദിവസം എന്തെല്ലാം ചെയ്യണം? കഅബ ശരീഫ നമ്മളെല്ലാവരും കാണാൻ കൊതിക്കുന്ന, അടുത്തുപോയി കെട്ടിപ്പിടിക്കാൻ കൊതിക്കുന്ന കഅബ ശരീഫ നിങ്ങളുടെ മുറിയുടെ മുറ്റത്ത്. ഇത്ര ഓർത്താൽ മതി. എല്ലാവരും കൊതിക്കുന്നു ഒരിക്കൽ കൂടി ഹജ്ജ് ചെയ്യാൻ, കൊതിയോടുകൂടി തന്നെ കഴിയുന്നു. 5 നേരത്തെ നമസ്കാരത്തിന് കഅബ ശരീഫയിൽ വരും. ഒരു ഉംറ ഫർദ് ഇന്നലെ നിർവഹിച്ചു, സുന്നത്തായ 2-3 ഉംറകൾ ചെയ്യും. തവാഫ് നമ്മൾ ഉംറയുടെ ഇടയിലാണ് ചെയ്തത്. കഴിവിന്റെ പരമാവധി തവാഫ് ചെയ്യും. പോയി വരുന്നതിന് മുമ്പായി അള്ളാഹു നമുക്ക് ഒരു 25 തവാഫെങ്കിലും ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ മാമയെ പറ്റി തൊടിയൂർ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളോട് 50 തവാഫ് ദിവസവും ചെയ്യാൻ വേണ്ടി പറയുമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹം ചെയ്യുമായിരുന്നു. പക്ഷെ ഇതെല്ലാം പറഞ്ഞു വന്നു. കൊറോണ ആയതുകൊണ്ട് നിയന്ത്രണമൊന്നും അറിയില്ല. അതുകൊണ്ട് പോയി വരുന്നതിന് മുമ്പായി എല്ലാവരും ഒരു 25 തവാഫ് 7 പ്രാവശ്യം ചുറ്റലാണ് കേട്ടോ. അള്ളാഹുവെ നിനക്ക് വേണ്ടി തവാഫ് ചെയ്യുന്നു, എളുപ്പമാക്കണം, സ്വീകരിക്കണം. 7 പ്രാവശ്യം ചുറ്റിൽ 2 റക്അത്ത് നിസ്കരിക്കും. മാമ ദിവസവും അദ്ദേഹം 50 പ്രാവശ്യം ചെയ്യുമായിരുന്നു. ഞങ്ങളോട് അങ്ങനെ നിർബന്ധിച്ചിരുന്നു. നമ്മുടെ മാമ എന്നെ കൊണ്ട് അത്ര പറ്റത്തൊന്നുമില്ല, ഇന്നവരെ 100 ചെയ്യും. അവസാനം 50 ചെയ്യാൻ അദ്ദേഹം കൽപ്പിക്കുകയുണ്ടായി. ആകെ 50. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സംസം വെള്ളം അധികമായിട്ട് കുടിക്കൻ, അള്ളാഹുവിനോട് ദുആ ചെയ്യൻ. മക്കയിലെ മുതബറക്കായ സ്ഥലങ്ങളുണ്ട്, പോയി കാണൻ, ഗുണപാഠങ്ങൾ പഠിക്കും. ഇവിടെയാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ഈ മലയുടെ മുകളിൽ നിന്നാണ് ദഅവത്ത് നടത്തിയത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി നിസ്കരിച്ച സ്ഥലം ഇതാണ്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മളെയൊക്കെ ഹജ്ജിന് വിളിച്ച സ്ഥലം. ഓരോ സ്ഥലങ്ങളും കാണും.
ഉമ്മ ഖദീജ റളിയല്ലാഹു അൻഹ മലയുടെ അടിവാരത്തിൽ വിശ്രമിക്കുന്നു. നമ്മൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കണ്ട് ഈമാൻ വർദ്ധിപ്പിക്കും. ദുൽഹജ്ജ് മാസം പ്രവേശിക്കും. അള്ളാഹു നമ്മളെ അവിടം വരെയും എത്തിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 1, 2, 3, 4, 5, 6 പെട്ടെന്ന് കടക്കും. ദുൽഹജ്ജ് 7 നമ്മളോട് പറയപ്പെടും, ഇന്ന് രാത്രി നിങ്ങളെല്ലാവരും മിനായിലേക്ക് പുറപ്പെടണം. ഹജ്ജ് ആരംഭിക്കാൻ പോവുകയാണ്. നമ്മൾ 2ാമത്തെ അധ്യായത്തിലോട്ട് കയറുകയാണ്. ഹജ്ജ് ആരംഭിക്കാൻ പോകുന്നു. ആദ്യമായി നമ്മൾ 5 ദിവസത്തേക്ക് 6 ദിവസത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നു. അത്യാവശ്യ സാധനങ്ങൾ എടുക്കുന്നു. ആഹാരപാനീയങ്ങൾ മാഷാ അല്ലാഹ് മിനായിൽ വളരെ ബർക്കത്തായിട്ട് സമൃദ്ധമായിട്ട് അള്ളാഹു നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. അള്ളാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ. അതുകൊണ്ട് വളരെ അത്യാവശ്യമായ സാധനങ്ങൾ, ഇഹ്റാമിന്റെ ഒരു ഉടുപ്പ്, ഇഹ്റാമിൽ നിന്ന് മാറിക്കഴിഞ്ഞ് ധരിക്കേണ്ട ഒരു ഉടുപ്പ്, നമ്മൾ ഇതിനു ശേഷം കുളിക്കാനുള്ള സോപ്പ്, നമ്മുടെ മരുന്നുകൾ, അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുക്കുക. വിരിക്കാനുള്ള വിരിപ്പ്, തോർത്ത്, ഇങ്ങനെയുള്ള അത്യാവശ്യ സാധനം എടുക്കുകയും വേണം. ആവശ്യമില്ലാത്ത എടുക്കാനും പാടില്ല. ഇൻഷാ അല്ലാഹ് എന്നിട്ട് നമ്മൾ മിനായിലേക്ക് രാത്രിയായിരിക്കും മിക്കവാറും കൊണ്ടുപോകുന്നത്. ദുൽഹജ്ജ് 8 പകലാണ് മിനായിൽ കഴിയേണ്ടത്. എങ്കിലും രാത്രി തന്നെ കൊണ്ടുപോകും. നമ്മൾ മക്ക മുക്കറമയിൽ നിന്നും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും നന്നായിട്ട് കുളിച്ച് റെഡിയായി ഇനി ഒരു 4, 8, 9, 10 കഴിഞ്ഞിട്ടേ മിക്കവാറും നമുക്ക് കുളിക്കാൻ പറ്റുകയുള്ളൂ. നന്നായിട്ട് എണ്ണയൊക്കെ ഇട്ട് കഴിവിന്റെ പരമാവധി റാഹത്തായിട്ട് കുളിക്കും. സ്ത്രീകൾ നേരത്തെ പറഞ്ഞതുപോലെ രാത്രി 10 മണിക്ക് പുറപ്പെടണമെന്ന് പറഞ്ഞാൽ അവർ മഗ്‌രിബിന് മുമ്പ് തന്നെ കുളിച്ച് റെഡിയാകും. പോകുന്ന സമയത്ത് കുളിക്കാൻ വേണ്ടി നിൽക്കരുത്. തലയെല്ലാം മറച്ച് ആകെ അസ്വസ്ഥമാകും. അതുകൊണ്ട് നേരത്തെ രാവിലെ 10 മണിക്ക് കുളിച്ചൊരു കുഴപ്പവുമില്ല, രാവിലെ സുബഹി കഴിഞ്ഞ് കുഴപ്പമില്ല, എപ്പോഴെങ്കിലും കുളിച്ചോണ്ട് ഇഹ്റാമിന് വേണ്ടി കുളിക്കും. എന്നിട്ട് ഇഹ്റാമിന്റെ വേഷം ധരിക്കും. നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് ഇഹ്റാമിന്റെ 2 റക്അത്ത് നമസ്കരിച്ച് നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാം നിർവഹിക്കും. എന്താണ് ഹജ്ജിന്റെ ഇഹ്റാം? അത് ഫർളാണ്. പറയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നവൈതുൽ ഹജ്ജ വഅഹ്റംതു ബിഹി ലില്ലാഹി തആല അല്ലാഹുമ്മ തഖബ്ബൽഹു മിന്നി വയസ്സിർഹു ലി. അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തെ കരുതി പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കാൻ ഞാൻ നിയ്യത്ത് ചെയ്യുന്നു. അതുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നു. റഹ്മാനെ, സ്വീകരിക്കണേ, എളുപ്പമാക്കണേ. എല്ലാവരും പറഞ്ഞ് ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക. ഇവിടെ ബിഹജ്ജത്തിൻ പ്രത്യേകം ശ്രദ്ധിച്ച് പറയണം. ഇതാണ് നിയ്യത്തെന്നും അഭിപ്രായമുണ്ട്. ലബ്ബൈക അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക. കുറഞ്ഞത് 3 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നേരത്തെ പറഞ്ഞ ഓർമ്മ വേണം. ഹജ്ജ് ഉംറയുടെ ആത്മാവ് ദിക്റും ദുആയും, ആ ദിക്റിന്റെ ദുആന്റെ ആത്മാവ് തൽബിയത്ത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും മനുഷ്യർ ആഗ്രഹിക്കും, നേർച്ചയൊന്നുമല്ല. ഒരു ദുൽഹജ്ജ് 7 രാത്രി, 8 രാത്രി, 9 രാത്രി, 10 കല്ലെറിയും. ഏതാണ്ട് 3.5 ദിവസമാണ് തൽബിയത്തിന്റെ സമയം. ഒരു 3000, 5000 തൽബിയത്ത് എല്ലാവർക്കും ചൊല്ലിക്കോടി ഇൻഷാ അല്ലാഹ്. നമ്മളെ കെട്ടിപ്പൂട്ടി ഇടാനും സാധിക്കും. അല്ലെങ്കിൽ മരുമോനെ വിളിക്കണം, മരുമോളെ വിളിക്കണം. കേരളത്തിന്റെ വാർത്ത ഇവിടെ പത്രം ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മക്കത്ത് മദീനത്ത് ചന്ദ്രിക മാധ്യമവും കിട്ടും. കഅബ ശരീഫിന്റെ മുറ്റത്ത് നിന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ഹാജിമാരെ സംസാരിക്കുന്നുണ്ട്. വാപ്പായിക്കാരുടെ ജോലിയൊന്നും ഇരത്തെ കാണിക്കുന്നത്. ഉടനെ പാവത്തുകൾ മാറ്റി അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയുന്നുണ്ട്. ശൈത്താൻ ശരിക്കിട്ട് കളിക്കും. നമ്മളെ സുബഹി നിസ്കരിക്കാൻ വേണ്ടി മുറിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. പത്രം തിളങ്ങി നിൽക്കും. ഹാജിമാര് പതുക്കെ ദിക്റും ദുആയും ചെയ്യുന്ന ഹാജിമാര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൂളായിട്ട് പത്രത്തിന് കൂട്ടത്തിൽ ഇരുന്ന് അവിടെ പത്രം വായിച്ചുകൊണ്ടിരിക്കും. നിസ്കാരവും കഴിഞ്ഞു, എന്റെ അമ്മ നിസ്കാരം കഴിഞ്ഞു എന്ന് ചോദിക്കാറുണ്ട്. അദ്ദേഹത്തിന് അറിയിച്ച് നിസ്കരിക്കണം പോലും. തിരിച്ചു വരും, നിസ്കാരം കഴിഞ്ഞു, ഒന്നും അറിഞ്ഞില്ലല്ലോ. വലിയ കുഴച്ചിലാണ് ഈ പത്രത്തിന്. പിന്നെ മൊബൈലും കൂടി വന്നപ്പോൾ ഉള്ള കുറവും കൂടി തീർത്തു.
അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളെ കെട്ടിപ്പൂട്ടാൻ വേണ്ടി കൂടെ പറയുകയാണ്, ഒരു 5000 തൽബിയത്ത് ചൊല്ലി. സഹോദരിമാർക്ക് വളരെ എളുപ്പം. അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്ത ഉമ്മമാര് 10000 തൽബിയത്ത് ചൊല്ലിയവരുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഒരു ഉമ്മ മെനഞ്ഞാന്ന് മരിച്ചു. അള്ളാഹു ഖബറിനെ റൗഹും റൈഹാനും കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. 10000 സ്ത്രീകൾ, ഒരു ജോലിയില്ല, തസ്ബീഹും പിടിച്ച് കൂളായിട്ട് തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരുന്നു. നമ്മൾ പുരുഷന്മാർക്ക് മത്സരിച്ചൂടെ? ഇൻഷാ അല്ലാഹ് ഒരു 5000 തൽബിയത്ത് ചൊല്ലണം. നേരത്തെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വെക്കണം, ദുആ ചെയ്യണം, സലാത്ത് ചൊല്ലണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഹറാമായ കാര്യങ്ങളൊക്കെ വർജിച്ച് നേരെ നമ്മൾ മിനായിലേക്ക് വരും. മിനായിലെ തമ്പ് മാഷാ അല്ലാഹ് ഇപ്പം ഭയങ്കര സൗകര്യമാണെന്നാണ് പറയുന്നത്. പണ്ട് സൗകര്യം, ഇപ്പം ഭയങ്കര സൗകര്യം. അതുകൊണ്ട് അവിടെ നമ്മൾ വിശ്രമിക്കും. ദുൽഹജ്ജ് 8-ന് അന്ന് മിനായിൽ കഴിയും. എന്താ ജോലി? ഒന്നാം തരം ഉറക്കം. ആഹാരം കിട്ടിയാൽ റാഹത്തായിട്ട് കഴിക്കണം. രാത്രി കുറച്ച് കഴിക്കണം. യാത്ര കടുപ്പമാണ്. ബാക്കി നന്നായിട്ട് ആഹാരം കഴിച്ചോണം. ഉണർന്നിരിക്കുന്ന സമയത്ത് ചിത്തുമൂലയും കരുനാഗപ്പള്ളിയും പൊക്കിക്കൊണ്ട് വരാതെ ദിക്റും ദുആയും ചെയ്തുകൊണ്ടിരിക്കുക, തൽബിയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക. ചെയ്യുമോ? ഇൻഷാ അല്ലാഹ്. ഹജ്ജിന്റെ ആത്മാവാണ്. ഹജ്ജിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തെ കയറുകയാണ്. ദുൽഹജ്ജ് 9-ന്റെ രാത്രി നിങ്ങൾ അറഫാത്തിലോട്ട് കൊണ്ടുപോകും. അറഫ മൈതാനം ഹജ്ജിന്റെ ഫർളാണ്. ദുൽഹജ്ജ് 9-ന്റെ അന്ന് ളുഹറിന് ശേഷം അവിടെ ബുദ്ധിയോടുകൂടി ഉണ്ടായിരുന്നാൽ ഹജ്ജ് കിട്ടും. അള്ളാഹു എളുപ്പമാക്കട്ടെ, കബൂലാക്കുമാറാകട്ടെ. ദുൽഹജ്ജ് 9-ന്റെ രാവിലെ അറഫ മൈതാനിയിൽ നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു 11 മണിവരെയും 4th ഗിയറിൽ ഉറങ്ങിക്കണം എല്ലാവരും. ആ സമയത്ത് സംസാരം, കഥ പറയൽ ഒന്നുമില്ല. നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു 10:30 മണി 11 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ബാത്റൂമിലെല്ലാം പോയി ചെറുതായിട്ടൊന്ന് ദേഹത്ത് വെള്ളമൊഴിക്കാൻ പറ്റിയ വെള്ളമൊഴിച്ച് നമ്മൾ ഒതുവൊക്കെ നിർവഹിച്ച് ളുഹറിന് മുമ്പായിട്ട് തമ്പിലെത്തി. ളുഹറിന്റെ ബാങ്ക് കൊടുക്കപ്പെടും. അതിനു മുമ്പായി അറഫ മൈതാനിയിൽ സൂര്യൻ മധ്യാഹ്നത്ത് എത്തിക്കഴിഞ്ഞാൽ അറഫയുടെ ഖുത്ബ നടക്കും. ഉസ്താദന്മാരാരെങ്കിലും കൂട്ടത്തിൽ കാണും. അവരുടെ നസീഹത്തുകളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കിൻ. എന്നിട്ട് ളുഹർ ബാങ്ക് കൊടുത്ത് ളുഹർ നമസ്കരിക്കൻ. നിങ്ങൾ യാത്രക്കാരാണെങ്കിൽ അസർ ബാങ്കും ഇഖാമത്തും കൊടുത്ത് അസർ നമസ്കരിക്കൻ. എന്നിട്ട് മഗ്രിബ് വരെയും ഒരൊറ്റ ദിക്റിലും ദുആയിലും കഴിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പടച്ചവൻ ശൈത്താന്റെ ശമനത്തോടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനസദയത്തോടും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദി വശാഹിദിൻ വമശ്ഹൂദ്. ആകാശത്തെ കൊണ്ട് സത്യം, വാഗ്ദത്ത ദിനത്തെ കൊണ്ട് സത്യം, സാക്ഷ്യം നിൽക്കുന്ന അറഫ മൈതാനിയെ കൊണ്ട് സത്യം. സഹോദരങ്ങളെ, ഇരുന്ന് കിടന്ന് നിന്ന് കരഞ്ഞ് പുഞ്ചിരിച്ച് ഒറ്റയ്ക്ക് കൂട്ടായി ദിക്റിനും ദുആയിനും കഴിയും. ഇടയ്ക്ക് ആഹാരം കിട്ടി കഴിച്ചുകൊള്ളിൻ, വെള്ളം കിട്ടി കുടിച്ചുകൊള്ളിൻ. സംസാരത്തിലോട്ട് പോകാതിരിക്കും. ആദരവായ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹറും അസറും നമസ്കരിച്ചു. മഗ്രിബ് വരെയും അല്പം പോലെ നിർത്താതെ നിലവിളിയോട് നിലവിളി, കരച്ചിലോട് കരച്ചിൽ, ദുആയോട് ദുആ. പക്ഷെ ആലിമീങ്ങൾ നമുക്ക് ഇളവ് നൽകുന്നു. ഒരല്പനേരം നമ്മൾ വെയിലത്ത് നിന്ന് ദുആ ചെയ്യൽ, പിന്നെ അകത്ത് വന്നിരുന്ന് ദിക്റിനും ദുആയിലുമായി കഴിയൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഗ്രിബിന്റെ സമയമായി നമ്മൾ അറഫാത്തിൽ നിന്നും പുറപ്പെടും. മുസ്ദലിഫ എന്ന് പറയും. മിനായുടെയും അറഫയുടെയും ഇടയിലുള്ള സ്ഥലമാണ്. ബസ്സിൽ വരാം, ട്രെയിനിൽ വരാം. അള്ളാഹുവിന് ധാരാളം അടിമകൾ നടന്നു വരുന്നു. നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ അറഫയിൽ നിന്ന് മുസ്ദലിഫയിലേക്ക് വരും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സ്ഥലങ്ങളിലെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. അറഫ അതിർത്തി, അറഫ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, അപ്പുറത്ത് അറഫ ഇവിടെ നിന്ന് അവസാനിക്കുന്നു, മുസ്ദലിഫ ഇവിടെ നിന്ന് ആരംഭിക്കുന്നു, മുസ്ദലിഫ ഇവിടെ അവസാനിക്കുന്നു. 4 ഭാഗത്ത് കൂറ്റൻ ബോർഡുണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾ എത്തിയിരിക്കൽ നിർബന്ധമാണ്. അറഫയുടെ മുറ്റത്തെത്തി ഉള്ളിൽ കടന്നില്ല, അള്ളാഹു കാക്കുമാറാകട്ടെ, ഹജ്ജ് കിട്ടിയിട്ടില്ല. മുസ്ദലിഫയുടെ മുറ്റത്തെത്തി കാറുകാര് കൊണ്ടുവന്ന് മുസ്ദലിഫയായെന്ന് പറയും. അവിടെ കഴിഞ്ഞുകൂടി മുസ്ദലിഫ കിട്ടിയില്ല, മൃഗത്തെ അറുത്തു കൊടുക്കണം.
വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് മുസ്ദലിഫയുടെ ഉള്ളിൽ കയറണം. വൈലറ്റ് വലിയ ബോർഡുണ്ട്, അതിനുള്ളിൽ കടക്കണം. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 9 കഴിഞ്ഞിട്ടുള്ള രാത്രി 10 നിന്ന് പാതിരാത്രിയോട് നമ്മൾ മുസ്ദലിഫയിലെത്തും. അവിടെ നമ്മൾ വിശ്രമിക്കും. മഗ്രിബ് ഇശ ആദ്യം നമസ്കരിക്കും, എന്നിട്ട് വിശ്രമിക്കും. ബാത്റൂമിന്റെ സൗകര്യമുണ്ട്. സമയം നോക്കിപ്പോയാൽ സുഖമായിട്ട് ബാത്റൂമിൽ പോകാൻ സാധിക്കും. തഹജ്ജുദിന് കുറച്ച് നേരത്തെ എഴുന്നേക്കും. ദുൽഹജ്ജ് 10 രാവിലെ സുബഹി ബാങ്ക് കൊടുത്താൽ ഉടനെ സുബഹി നമസ്കരിക്കും. സുബഹി നമസ്കരിച്ചു കഴിഞ്ഞ ഹാജിമാര് ഭയങ്കര തിരക്കൂട്ടി ഓടുന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ അല്ലെങ്കിൽ ഗവൺമെന്റ് നിയമം വല്ലതും കൊണ്ടുവന്നു അവരുടെ കാര്യം നമ്മൾ എതിർക്കുന്നില്ല. അല്ലാതെ നിങ്ങൾക്ക് നിൽക്കാൻ സൗകര്യമുണ്ടെങ്കിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് കുറെ നേരം മുസ്ദലിഫയിൽ നിന്നോ ഇരുന്നോ ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുശേഷം അവിടെ നിന്ന് മിനായിലേക്ക് വരണം. നടന്നു വരാൻ പറ്റും, ചിലപ്പോൾ വാഹന സൗകര്യം കാണും. നടന്നും അടുത്ത് തന്നെയാണ് എത്താൻ പറ്റും. മുസ്ദലിഫയിൽ നിന്ന് മിനായിലേക്ക് വരുന്ന വഴിക്ക് ഒരു 70 കല്ലുകൾ സൗകര്യപ്പെട്ടാൽ പെറുക്കിയെടുക്കണം. അല്ലെങ്കിൽ ഒരു 10 കല്ല് കുറഞ്ഞതെടുക്കണം. ഇൻഷാ അല്ലാഹ് ദുൽഹജ്ജ് 10 നിങ്ങൾ ഒരു ദുഹാ സമയത്ത് മിനായിലെത്തിയിരിക്കും. അള്ളാഹു എളുപ്പമാക്കുമാറാകട്ടെ. അള്ളാഹു സൗകര്യത്തിൽ